Welcome to Make Jackfruit Creations. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണമൊക്കെ അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചക്ക കൊണ്ടൊരു കേക്ക് ആണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് കൂഴച്ചക്ക വെച്ച് നല്ല അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പം here is the recipe. Let's go to the bake shop. അപ്പോൾ കാരമൽ ഉണ്ടാക്കാൻ വേണ്ടി 1/3 കപ്പ് ഷുഗർ അതുപോലെ തന്നെ 2 tablespoon of water ഇട്ട് നമുക്ക് മെൽറ്റ് ചെയ്യിക്കാൻ വെക്കാം ഷുഗർ. അപ്പോൾ ചക്ക കൊണ്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എപ്പോഴും വളരെ സിമ്പിളായിട്ടൊരു വേ ഉണ്ട്. അതാണ് നമ്മൾ ചെയ്യുന്നത്. കാരാമൽ ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ചക്ക അതിലിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുള്ള ഷുഗർ എങ്ങനെയാണ് കാരാമലിൽ നിന്ന് കാണിച്ചാൽ ആദ്യമേ തന്നെ അപ്പോൾ നമ്മുടെ കാരാമൽ റെഡി ആവാൻ തുടങ്ങി. അതേ സമയത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കൂഴച്ചക്കയാണ് കേട്ടോ. വരിക്കച്ചക്കയല്ല, കൂഴച്ചക്കയാണ്. അതുകൊണ്ട് കുഴകുഴാന്നിരിക്കും. കൂഴച്ചക്കയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 2 കപ്പ് കുരു കളഞ്ഞ കൂഴച്ചക്കയാണ് നമ്മൾ ഇനി ഇതിൻ്റെ അകത്തോട്ട് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക ഒന്ന് ചെറുതായിട്ട് കാരാമലുമായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇനി അരച്ചെടുക്കുക. മിക്സിയോ ബ്ലെൻഡറോ ഉള്ളവർക്ക് ഇത് രണ്ടും ഉപയോഗിച്ച് അരയ്ക്കാം. ഞാൻ മിക്സിയിൽ അരയ്ക്കുന്നത്. അരയ്ക്കുന്ന കൂട്ടത്തിൽ 1 കപ്പ് ഷുഗറോട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നല്ലവണ്ണം അരച്ചെടുത്ത നമ്മുടെ ചക്ക അതിൻ്റെ അകത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കിനി ആഡ് ചെയ്യാം. 1/3 കപ്പ് മിൽക്ക്, 1/3 കപ്പ് ഓയിൽ, 1 tablespoon വാനില എസൻസ്, 2 eggs. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 1.5 കപ്പ് മൈദ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് പൗഡർ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് 10x10 സ്ക്വയർ മോളിലോട്ടാണ് കേട്ടോ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഏകദേശം നമുക്കൊരു 180 ഡിഗ്രിയിൽ ഒരു 25-30 മിനിറ്റിനിടയ്ക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചക്ക ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ കൂഴച്ചക്ക ആയതുകൊണ്ട് നല്ല സോഫ്റ്റുമാണ് കേട്ടോ. നല്ല ഒരു ആ ചക്കയുടെ ഫുള്ള് ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. ആ കാരാമലൈസ് ചെയ്തുകൊണ്ട് ആ ഫുള്ളായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് എടുക്കാൻ സാധിച്ചു.
അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും ബേക്കിംഗ് കുറിച്ച് അറിയാൻ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. സീ യു നെക്സ്റ്റ് ടൈം.